കുഴിമന്തി, അൽഫാം, ഷവർമ തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ്. എന്നാൽ ഇവ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നു എന്ന വാർത്ത തുടർച്ചയായി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഭവങ്ങൾ ഭക്ഷ്യവിഷബാധയ്ക്ക് ഇടയാക്കുന്നത്? ഈ റിപ്പോർട്ട് കാണാം. കുഴപ്പം അറേബ്യൻ ഭക്ഷണത്തിൻ്റെതല്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മാംസം, ശുചിത്വമില്ലാത്ത പാചകം, യോഗ്യതയില്ലാത്ത പാചകക്കാർ, പാചകത്തിന് ഉപയോഗിക്കുന്ന മലിനജലം, ഇറച്ചി പാചകത്തിന് മുമ്പായി മണിക്കൂറുകളോളം സൂക്ഷിക്കുന്നത് എല്ലാം ഭക്ഷ്യവിഷബാധയ്ക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങളാണ്. രാത്രി കൊല്ലുന്ന കോഴികളെയാണ് വൃത്തിയാക്കി പുലർച്ചെ പല ഹോട്ടലുകളിലും എത്തിക്കുന്നത്. ഈ മാംസം പിറ്റേന്ന് ഉച്ചയ്ക്കോ രാത്രിയോ ആണ് പാചകത്തിനെടുക്കുന്നത്. ഇത് മാംസത്തിൽ സാൽമോണല്ല ബാക്ടീരിയയും ഷിഗല്ലയും ഈ കോളിയും പെരുകാൻ ഇടയാക്കും. മയോണൈസ് ആണ് അപകടത്തിനിടയാക്കുന്ന മറ്റൊരു വസ്തു. പച്ചമുട്ടയിൽ വെളുത്തുള്ളിയും എണ്ണയും ചേർത്തുണ്ടാക്കുന്ന മയോണൈസ് വളരെ നേരം മുമ്പ് തയ്യാറാക്കി വെച്ച് ഉപയോഗിക്കുന്നതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് ഇടയാക്കുന്നത്. 2 മണിക്കൂറിലേറെ നേരം മയോണൈസ് സാധാരണ താപനിലയിൽ വെച്ചാൽ അത് കേടാകും. മുട്ടയുടെ പുറന്തോടുള്ള അഴുക്കും ബാക്ടീരിയയുടെ വ്യാപനത്തിന് ഇടയാക്കുന്നു. സ്ഥലപരിമിതി മൂലം പല ഹോട്ടലുകളിലും സെപ്റ്റിക് ടാങ്കുകളോട് ചേർന്നാണ് കിണറും കുഴൽക്കിണറുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കിണർ വെള്ളത്തിലും കുഴൽക്കിണർ വെള്ളത്തിലുമൊക്കെ ഈ കോളി, ഷിഗല്ല ബാക്ടീരിയകളുടെ സാന്നിധ്യം ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. സാൽമോണല്ല എൻട്രോകോളിറ്റിസ് ബാക്ടീരിയ സാധാരണയായി ചെറുകുടലിനെയാണ് ബാധിക്കുക. ചൂടിലും നനവിലും ഇവ പെരുകി മാംസം വിഷമയമാക്കും. ഇത്തരം മാംസം നന്നായി വേവിച്ചാലും വിഷാംശം നശിക്കില്ല. കഴിച്ച് 4-5 മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. മലിനജലത്തിലൂടെയാണ് ഷിഗല്ല ബാക്ടീരിയ മനുഷ്യരിലെത്തുന്നത്. രക്തം കലർന്ന വയറിളക്കമാണ് പ്രധാന ലക്ഷണം. മനുഷ്യവിസർജ്യത്തിൽ കാണുന്ന ബാക്ടീരിയയാണ് ഈ കോളെ ബാക്ടീരിയ. വൃത്തിഹീനമായ വെള്ളത്തിൽ പാകം ചെയ്യുന്നതാണ് ഈ കോളെ ബാക്ടീരിയ ഭക്ഷണത്തിൽ കലരാൻ കാരണം. കഠിനമായ വയറുവേദന, രക്തം കലർന്ന വയറിളക്കം, ഛർദി എന്നിവയ്ക്ക് ഇത് കാരണമാകും. റിസർച്ച് ഡെസ്ക് 24.